ഗോപകുമാർ, അതായത് ഇത് ഒന്നോ രണ്ടോ തവണയല്ല കോൺഗ്രസിനെ തരൂർ പ്രതിസന്ധിയിലാക്കുന്നത്. മുൻപ് കേരളത്തിൽ വന്ന് പിണറായി വിജയൻ സർക്കാരിനെ പ്രകീർത്തിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ വട്ടം. ഈ സമീപകാലത്തായി ദേശീയതയെ, നരേന്ദ്രമോദിയെ, ഭാരതത്തിൻ്റെ പുതിയ കാലത്തെ ഒക്കെ അങ്ങേയറ്റം എടുത്തു പറയുന്നുണ്ട്, അത് ആവർത്തിക്കുന്നുണ്ട് ശശി തരൂർ. ഈ കോൺഗ്രസ് ആണോ തരൂരിൻ്റെ ശത്രു? ഒരിക്കലും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തരൂരിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം, ഞാനിത് ചോദിക്കാൻ കാരണം ഇന്ന് കെ മുരളീധരൻ പറഞ്ഞൊരു വാക്കാണ്, കോൺഗ്രസിനെ കുറിച്ച് മാത്രം തരൂർ നല്ലത് പറയുന്നില്ല എന്ന്. പറയാനില്ലായിരിക്കാം. അല്ല, തരൂരിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങളും പ്രസംഗങ്ങളും എല്ലാം നോക്കിയാൽ അദ്ദേഹത്തിലെ ലിബറൽ ചിന്താഗതിയും ഒരു പ്ലൂറലിസ്റ്റ് വാല്യൂവും ദേശീയതയും ബഹുസ്വരതയും എല്ലാം നന്നായിട്ടിത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമുക്ക് തുറന്ന പുസ്തകം പോലെ വായിക്കാവുന്നതേ ഉള്ളൂ. എല്ലായിടത്തും കിട്ടുന്ന പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം ഒരു വലിയ പരിധിവരെ കോൺഗ്രസുമായിട്ട് ഐഡിയോളജിയുമായിട്ട് ചേർന്ന് പോകുന്നത് തന്നെയാണ്. അതുകൊണ്ട് അന്ന് കോൺഗ്രസ്സിൽ വന്ന് ചേർന്നത് വഴിതെറ്റി വന്നതല്ല, അദ്ദേഹം നേരിട്ട് അതിലേക്ക് വന്നതാണ്. കോൺഗ്രസുമായിട്ട് ചേർന്ന് പോകാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായിട്ട് ഹൈക്കമാൻഡുമായി അദ്ദേഹം അകന്നു എന്നുള്ളതാണ്. അത് ഒരു വലിയ ഘടകമാണ്. പഹൽഗാമിന് ശേഷമുണ്ടായ സംഭവവികാസങ്ങൾ അതൊരു വഴിത്തിരിവായി മാറി. പിന്നൊന്ന് ഇവിടെ നമ്മളെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതും ചൂണ്ടിക്കാണിച്ചതും പോലെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലഘട്ടത്തിൽ അധികാരം വേണമെന്നുള്ള താല്പര്യം നന്നായിട്ടുണ്ട്. അത് ഒളിച്ചു വയ്ക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനോടൊപ്പം നിന്നിട്ട് വലുതായിട്ട് കിട്ടാനില്ല എന്നുള്ള മനസ്ഥിതിയിലാണ്. തീർച്ചയായിട്ടും ബി ജെ പിയുടെ വശത്ത് നിന്ന് എന്തെങ്കിലും ഓഫർ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാതെ പറയാൻ പറ്റില്ല. പക്ഷേ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് പെരുപ്പിച്ചത് ഈ വഴിക്കാക്കിയത് കോൺഗ്രസ് അല്ലേ? ഞാനത് ചോദിക്കാൻ കാരണം, കനിമൊഴി പോയില്ലേ ആ സംഘത്തിൽ? ഒവൈസി പോയില്ലേ? കോൺഗ്രസിലെ മറ്റു നേതാക്കൾ പോയില്ലേ? തരൂരിനെ മാത്രം ആ പട്ടികയിൽ നിന്ന് വെട്ടിനിരത്തിയതിലൂടെ, ഉപയോഗിക്കേണ്ട ആളെ ഉപയോഗിക്കാത്തതിലൂടെ കോൺഗ്രസ് ക്ഷണിച്ചു വരുത്തിയ വിപത്തല്ലേ ഇത്? അത് ആ പഹൽഗാമിന് ശേഷമുണ്ടായ പാർലമെൻ്ററി കമ്മിറ്റികളുടെ നോമിനേഷൻ വന്നപ്പോൾ അവിടെ ഹൈക്കമാൻഡ് തരൂർ ഇനി കൂടുതൽ ഷൈൻ ചെയ്യേണ്ട എന്നുള്ള ചിന്താഗതിയിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ പേര് വെട്ടി. അത് വലിയൊരു മിസ്റ്റേക്കായിപ്പോയി, ഒരു പാളിച്ച തന്നെ എന്ന് പറയേണ്ടി വരുന്നു. കാരണം അദ്ദേഹത്തിന് ഏറ്റവും നന്നായി ശോഭിക്കാൻ കഴിയുന്നൊരു രംഗത്ത് അതിൻ്റെ ഗുണം കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടും എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെ തന്നെയായിരുന്നു വിടേണ്ടിയിരുന്നത്. അതിന് തർക്കമൊന്നുമില്ല. അക്കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതൊന്നും വലിയ നേട്ടമൊന്നും ആയിരിക്കില്ല. അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചാൽ പരാജയപ്പെടുകയും ചെയ്യും, അത് വേറൊരു ഭാഗം. പക്ഷേ അന്തർദേശീയ ബന്ധങ്ങളിൽ അദ്ദേഹത്തിന് കഴിവുണ്ട്, ഡിപ്ലോമസിയിൽ കഴിവുണ്ട്, അതിൽ അഗ്രഗണ്യനാണ്, തർക്കമൊന്നുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിനെ ഒഴിവാക്കിയത് തെറ്റാണ്. ഒരുപക്ഷെ ഹൈക്കമാൻഡുമായി അകന്നിരിക്കാം, നമുക്കതറിയില്ല. അത് പിൽക്കാലത്ത് അദ്ദേഹം എഴുതുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ആത്മകഥയൊക്കെ എഴുതുമ്പോൾ. എന്തായാലും ഇത് കുറച്ച് നാളായി പുകയുന്നൊരു കാര്യമാണ്. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചത് തന്നെ വളരെ വ്യക്തമാണ്. അവിടെയും അദ്ദേഹത്തിൻ്റെ അധികാര താല്പര്യം ക്ലിയറാണ്. വെറുതെ ഇരിക്കാൻ താല്പര്യമില്ല, അദ്ദേഹത്തിന് പ്രസിഡൻ്റ് ആക്കണം എന്നുള്ളൊരു. അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ കൊടുത്ത സീറ്റ് പിന്നിലായി. പരാജയപ്പെട്ടതിന് ശേഷം, പരാജയപ്പെടും നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു, പ്രസിഡൻ്റായി ജയിക്കില്ല എന്നറിയാമായിരുന്നു. അദ്ദേഹത്തിന് വർക്കിംഗ് കമ്മിറ്റി കൊണ്ടുവന്നത് അദ്ദേഹത്തിനെ ഒന്ന് സമാധാനപ്പെടുത്താനാണ്. അതിൽ അദ്ദേഹം സമാധാനപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇനിയുള്ള കരിയറിൽ ഏതെങ്കിലും നല്ല പൊസിഷനിൽ എത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം. അതുതന്നെയാണ് ഹൈക്കമാൻഡുമായി അകലാൻ കാരണം. ആ അകൽച്ചയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അത് കൂടുതൽ പഹൽഗാമിൻ്റെ സംഭവം വന്നപ്പോൾ അത് കൂടുതൽ മുറിവേക്കുകയും അതിനുശേഷം ഈ അവസരം ബി ജെ പിയുടെ നേതൃത്വം നന്നായി ഉപയോഗിച്ചു. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്. തരൂറിനെ ഇങ്ങനെ നിർത്തുന്നത് ബി ജെ പിക്ക് ഗുണമാണ്. കാരണം ബി ജെ പിയിൽ വന്നിട്ടുമില്ല, എന്നാൽ കോൺഗ്രസ് തൊട്ട് പുറത്താക്കിയിട്ടുമില്ല. അപ്പോൾ അതേസമയം കോൺഗ്രസിന് ചീത്ത പറയുകയും ചെയ്യുന്നു. ഈ സാഹചര്യം രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസ്സിന് ദോഷം ചെയ്യും. ഇതാണ് അവസ്ഥ. ഇങ്ങനെ ഒരു സാഹചര്യം എത്ര നാൾ പോകുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ.